നമസ്കാരം. ഫ്ലോയിലേക്ക് സ്വാഗതം. കലയ്ക്ക് സംസ്കാരത്തിൽ എന്താണ് കാര്യം? 70കളിലും 80കളുടെ അവസാനം വരെയും കേരളത്തിലെ സാംസ്കാരികതയും കലയും സാഹിത്യവും സവിശേഷ ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇന്നങ്ങനെ കാണാൻ കഴിയുന്നില്ല. മറിച്ച് ധാരാളം പ്രതിലോമതകൾ ആ സ്ഥാനത്തേക്ക് എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ കലയുടെ സാമൂഹ്യ പ്രസക്തിയെപ്പറ്റി ശില്പി ജോൺസ് മാത്യു സംസാരിക്കും. കല എന്നുള്ള വാക്കിന്റെ ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ പ്രാകൃതമായിട്ടുള്ള അവസ്ഥയിലും മനുഷ്യന്റെ പ്രാകൃതമായിട്ടുള്ള അവസ്ഥയിലും അവർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഇമേജുകൾ നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ നല്ല ഉദാഹരണങ്ങളാണ് ഒന്ന്, വയനാട്ടിലുള്ള ഇടയ്ക്കൽ ഗുഹ. 5000 വർഷത്തോളം പഴക്കമുള്ള ഗുഹയിൽ അവർ വളരെ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് കോറി വരച്ച് ഇമേജുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ചിത്രം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് അവരുടെ ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം മ്യൂറൽസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എന്താ പറയാ ഒരു റിഫ്ലക്ഷൻസ് ലോകത്തെമ്പാടുള്ള രാജ്യങ്ങളിൽ കാണാം. ഫ്രാൻസിലുണ്ട്, സ്പെയിനിലുണ്ട്, അൾജീരിയയിലുണ്ട്, ഈജിപ്തിലുണ്ട്, ചൈനയിലുണ്ട്. അപ്പൊ മനുഷ്യ കുലം അല്ലെങ്കിൽ മനുഷ്യജീവി ഇമേജ് മേക്കിംഗ് ചെയ്തിരുന്നു. അതിന്റെ റീസൺസ് പറയുകയാണെങ്കിൽ പല റീസൺസ് ആണ്. ഒന്ന്, അടുത്ത ജനറേഷന് എങ്ങനെയാണ് ഒരു മൃഗത്തെ വേട്ടയാടേണ്ടത് എന്നുള്ള വിശദീകരണമാണ് ചില ചിത്രങ്ങളിൽ. മറ്റൊന്ന്, എന്തെല്ലാം മൃഗങ്ങളുണ്ട് അവർക്ക് ചുറ്റിലും. അങ്ങനെ പല പല ഘട്ടങ്ങളായിട്ടുള്ള ചിത്ര ലിപികൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ മ്യൂറൽ അല്ലെങ്കിൽ റിലീഫുകളും അവർ ചെയ്തിട്ടുണ്ട്. ഈ കല എന്നുള്ള വാക്ക് അവരൊന്നും ഉപയോഗിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം ആചാരങ്ങളുടെ ഭാഗമായിട്ട്, വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായിട്ടും കല നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ ശില്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗ്രീസിലാണെങ്കിലും റോമിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എല്ലാ നാടുകളിലും ഉണ്ടായിരുന്നു. ഈ കല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന ഈ കൺസെപ്റ്റ്, അത് കൊളോണിയൽ നിർമ്മിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ ഭരിച്ച കാലത്താണ് ആർട്ട് സ്കൂളുകൾ, ഫൈൻ ആർട്സ് സ്കൂളുകൾ തുടങ്ങുന്നത്. അതിലൂടെ വിദ്യാഭ്യാസം കിട്ടിയതിന് ശേഷമാണ് വിദ്യാഭ്യാസം, അതിലൂടെയുള്ള പ്രചരണത്തിലൂടെയാണ് ഈ ആർട്ട് എന്ന് പറയുന്ന, അല്ല കല എന്ന് പറയുന്ന വാക്കും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും വരുന്നത്. അങ്ങനെയാണ് പല വിഷയങ്ങളെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നത്. ഒരു സൊസൈറ്റിയെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതിന്റെ ഒരു മീഡിയമായിട്ടാണ് ആർട്ടിനെ ഞാൻ കാണുന്നത്. അതിന്റെ ഒരു നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ, US ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ഗവേഷണ പ്രബന്ധം കല എന്താണ് സൊസൈറ്റിക്ക് നൽകുന്നത് എന്നുള്ള ഇതേ ചോദ്യമാണ്. വാട്ട് ഡസ് ആർട്ട് ഗീവ് ടു ദ സൊസൈറ്റി ഓർ ടു ദ ഹ്യൂമൻസ്? അപ്പൊ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു 10-22 കുട്ടികളെ വ്യത്യസ്തമായുള്ള കോളേജുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവരോട് അവിടെയുള്ള അവർ നിർദ്ദേശിച്ച മ്യൂസിയങ്ങൾ കാണാൻ പറയുന്നു. മ്യൂസിയങ്ങളിൽ ചെന്ന് കലാസൃഷ്ടികൾ കണ്ടതിന് ശേഷം എന്താണ് അവർക്ക് ഈ കലാസൃഷ്ടികളിലൂടെ കിട്ടിയ അറിവ്, അല്ലെങ്കിൽ സംവദിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ എന്താണ് അവർ അനുഭവിച്ചത്, അത് വിശദീകരിക്കാൻ അത്ര എളുപ്പമൊന്നുമില്ല കുട്ടികൾക്ക്. അങ്ങനത്തെ ഒരു ശീലമില്ലാത്ത കുട്ടികളാണ്. പക്ഷെ അവർ പറഞ്ഞതെല്ലാം ഒരേ കാര്യമാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, കല ചെയ്യുന്ന കലാകാരന്മാർക്ക് അവിടെ കണ്ട കലാസൃഷ്ടികൾ ഇവർ കാണുമ്പോൾ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നു. അവർക്ക് വ്യത്യസ്തമായ മീഡിയം ഉപയോഗിച്ച് മറ്റ് പല സോഷ്യൽ ഇഷ്യൂസിനെയും വേറെ ഒരു രീതിയിൽ, വേറെ ഒരു തലത്തിൽ സൊസൈറ്റിയോട് പറയാൻ ഉള്ള കഴിവുണ്ടായിരുന്നു. അത് ആണ് ഈ കല എന്ന് പറയുന്നതിന്റെ, ഈ മീഡിയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എന്റെ കല ചെയ്യാനും ശ്രമിക്കുന്നത്. കല എന്ന് പറയുന്ന ഈ മീഡിയം അല്ലെങ്കിൽ വർക്ക് ഓഫ് ആർട്ട്, അല്ലെങ്കിൽ എന്ത് പേരിട്ടെന്ന് വിളിക്കാം, ഒരു സൊസൈറ്റിയെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഒരു സൊസൈറ്റിയെ മുൻപോട്ട് നയിക്കാൻ, അല്ലെങ്കിൽ അത്ര കാലം അവർ ശീലിക്കപ്പെട്ട ചില നിബന്ധനകളിൽ നിന്ന് അല്ലെങ്കിൽ ചില നിയമാവലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൊസൈറ്റിയും അവരുടെ ലൈഫിനെയും കാണാൻ വളരെ കൂടുതൽ സഹായിക്കുന്ന ഒരേ ഒരു ഘടകം. നിങ്ങൾക്ക് പണമുണ്ടാക്കാം, നിങ്ങൾക്ക് എന്തുതരം ജോലിയും ചെയ്യാം, പക്ഷേ കലയില്ലാത്തൊരു സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടും.
അതുകൊണ്ടാണ് ഏത് പണക്കാരനും പണമില്ലാത്തവരും സിനിമ കാണാനും നാടകം കാണാനും മ്യൂസിയങ്ങൾ സന്ദർശിക്കാനും പോകുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം വേറൊന്ന് പറഞ്ഞാൽ, ജർമ്മനിയിലെ നാസികൾ ഭരിച്ചിരുന്ന കാലത്ത്, അടക്കി ഭരിച്ചിരുന്ന കാലത്ത് അന്ന് പ്രോഗ്രസീവായി ചിന്തിച്ചിരുന്ന കലാകാരന്മാരെ എല്ലാം അണ്ടർഗ്രൗണ്ടിൽ പോകുന്നു. അവർ ചെയ്ത കല ഡീജനറേറ്റ് ആർട്ട് എന്നുള്ള രീതിയിൽ ഹിറ്റ്ലറുടെ കാലത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഹിറ്റ്ലർ അതേ കാലത്ത് തന്നെ അറിയപ്പെടുന്ന കലാകാരന്മാർ എന്ന വിഖ്യാതി ഉണ്ടായിരുന്ന കലാകാരന്മാരും ഉണ്ടായിരുന്നു. പോർട്രേറ്റ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി കഴിഞ്ഞു. പിന്നീട് പുറത്തറിയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെട്ട ചിത്രകാരന്മാർ മുഴുവൻ ഈ അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് ജീവൻ തന്നെ പണയം വെച്ച് കലാസൃഷ്ടികൾ ചെയ്ത കലാകാരന്മാരാണ് പിന്നീട് അവരുടെ കലാസൃഷ്ടികളാണ് കലാസൃഷ്ടികളെ നിലനിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ഒരു എസൻസ് എന്താന്ന് വെച്ചാൽ, കല ചെയ്യാതെയും ജീവിക്കാം, കലയെ ചെയ്യിക്കാതിരിക്കാൻ നിർബന്ധിക്കാനുള്ള അധികാര വ്യവസ്ഥ ഒരു സൊസൈറ്റിക്ക് ഉണ്ടെങ്കിൽ പോലും കല ചെയ്തിരിക്കും കലാകാരൻ. അത് കാണാൻ ജനങ്ങൾ വന്നിരിക്കും. അപ്പോൾ സൊസൈറ്റിക്ക് ആവശ്യമല്ല, അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് കല എന്ന് പറയുന്നത്. ഒരു അബ്സ്ട്രാക്ട് അല്ല. ഒന്ന് കല ചെയ്യുന്ന അല്ലെങ്കിൽ കലയിൽ എൻഗേജ് ചെയ്യുന്ന കലാസൃഷ്ടികൾ നിർമ്മിക്കുന്ന കലാകാരന്മാരും അത് പലതരം സ്ട്രാറ്റകളുണ്ട്. അതൊരു ഭരണ സംവിധാനത്തിന് വേണ്ടി കല ചെയ്യാം, പ്രൊപ്പഗൻഡ ആർട്ട് ചെയ്യാം, പോസ്റ്റർ ആർട്ട് ചെയ്യാം. അതൊരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ അവർക്ക് വേണ്ടി അത് ചെയ്യുന്ന കലാകാരന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി, അവസരത്തിന് വേണ്ടി, ഖ്യാതിക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ ചെയ്യാം. അല്ലാതെയും കല ചെയ്യാം. പക്ഷെ ഏതിനു വേണ്ടി നിങ്ങൾ കല ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, പണത്തിനോ പ്രശസ്തിക്കോ? അതോ നിങ്ങൾ ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിനെ ഒരു പടി മുൻപോട്ട് കടന്ന് ചിന്തിക്കാൻ പ്രേരകമാകുന്ന കല ചെയ്യണോ? എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് പലതരം വിദ്യാഭ്യാസം കിട്ടിയ ഈ സമൂഹത്തിൽ കലാപഠനത്തിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നു? ഒരുപാട് ഫൈൻ ആർട്സ് കോളേജുകളുണ്ട് കേരളത്തിൽ. ഇന്ത്യയിലെ മുഴുവൻ എടുത്തു നോക്കിയാൽ കേരളത്തിലാണ് കൂടുതൽ. എല്ലാ വർഷവും കലാകാരന്മാർ പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കലാപഠനത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതിന്റെ ഏറ്റവും വലിയ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കലയിൽ എൻഗേജ് ചെയ്യുന്ന ഒരാൾക്ക് പല രീതിയിൽ ചിന്തിക്കാൻ ശേഷി സ്വയം ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിന്തിക്കാൻ നിർബന്ധിതനാകും. വെറുതെ കല ചെയ്യാം, ലാൻഡ്സ്കേപ്പ് വരച്ച് പോർട്രേറ്റ് വരച്ച് ജീവിക്കാം. പക്ഷെ മറിച്ച് പഴയ ഒരു ആശയത്തെ പുതിയ രീതിയിൽ പുനഃസൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് പഠനം, അധ്വാനവും ആവശ്യമാണ്. അപ്പൊ ഈ കലയിൽ എൻഗേജ് ചെയ്യുന്ന ആൾ പല രീതിയിൽ ചിന്തിക്കുക, സ്വതന്ത്ര ചിന്ത വരും. അത് ഏത് ഭരണകൂടത്തിനും പേടിയുള്ള ഒരു അവസ്ഥയാണ്. സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന സൊസൈറ്റി എപ്പോഴും വിമർശിക്കപ്പെടും. ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെയോ വിമർശിക്കപ്പെടും. അവർക്ക് വേറെ രീതിയിലുള്ള അറിവുണ്ടാവും. അത്ര അധികം അറിവ് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറകിലാണ് ഈ കലാവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്തത്. വ്യത്യസ്തമായി ചിന്തിക്കാൻ ശേഷിയുള്ള കഴിവുള്ള സമൂഹങ്ങളെ എടുത്തു നോക്കിയാൽ അവരൊക്കെ എത്രയോ മുൻപോട്ട് പോയ ഒരു സൊസൈറ്റിയാണ്. ഉദാഹരണത്തിന് യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ഏത് തരത്തിലുള്ള സ്ഥാപനവൽക്കൃത സിസ്റ്റത്തെ പോലും അവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. മതമാണെങ്കിലും അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ചില പ്രവൃത്തികളാണെങ്കിലും അവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരെ തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ ചോദ്യം ചെയ്യിക്കപ്പെടാതെ കല എന്താണെന്ന് പ്രൊപ്പഗൻഡ കല മാത്രം ചെയ്തു ഇതാണ് കല എന്ന് അടിവരയിട്ട് പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമൂഹമായതിനാലാണ് വളരെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള കലാബോധത്തിൽ നമ്മൾ നിൽക്കുന്നത്. കലാബോധം ഇല്ല എന്നല്ല പറയും. കാരണം ഇവിടെ തെയ്യമുണ്ട്, കഥകളിയുണ്ട്, കളം വരയ്ക്കലുണ്ട്, അങ്ങനെ ഒരുപാട് ട്രഡീഷണൽ ഫോംസ് ഓഫ് ആർട്ട് ഉണ്ട്, കഥകളിയുണ്ട്. അതിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫ്യൂഡലിസം ഇപ്പോഴും പോയിട്ടില്ല. പക്ഷെ കൊളോണിയലിസം പോയിട്ടില്ല. രണ്ടും കൂടിയിട്ടുള്ള ഒരു ബ്ലെൻഡിലാണ് ഈ സൊസൈറ്റി നിലനിൽക്കുന്നത്.